Dear students, communication skills in the 10th chapter ആണ് non-verbal communication. Verbal communication എന്ന് പറയുമ്പോൾ verbal communicationൽ language, writing, reading, speaking, pictures, symbols ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഈ non-verbal വേർഡ്സിൻ്റെ സഹായമില്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം ബോഡി ലാംഗ്വേജ്, ഗെസ്ചർ, അപ്പിയറൻസ് ഇതൊക്കെയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ. ഐഡൻറ്റിഫൈ ദ സ്പേഷ്യൽ ഡിസ്റ്റൻസ് അപ്രോപ്രിയേറ്റ് ഫോർ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സ്പേഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ ഈ കോവിഡ് കാലത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പോൾ സ്പേഷ്യൽ ഡിസ്റ്റൻസിങ് മീൻസ് keep a space. Recognize the importance of maintaining appropriate body language and appearance. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്, ശരീരത്തിൻ്റെ ചലനങ്ങൾ, ശരീരഭാഷ, നമ്മുടെ അപ്പിയറൻസ്, ഇതിലൊക്കെയുള്ള ഇമ്പോർട്ടൻസ്. പ്രാക്ടീസ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസ്, സ്പേഷ്യൽ ഡിസ്റ്റൻസ് ആൻഡ് പ്രോപ്പർ ബോഡി ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങളാണ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പിക്ചർ നോക്കുക. സ്പേഷ്യൽ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. സ്പേഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റിമേറ്റിലായിട്ടുള്ള ആളുകൾ, വളരെ ക്ലോസ് ആയിട്ടുള്ളതിനാണ് ഇൻറ്റിമേറ്റ് എന്ന് പറയുക. നമ്മുടെ ഫാദേഴ്സ്, മദർ, പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, റിലേറ്റീവ്സ്, ക്ലോസ് റിലേറ്റീവ്സ്, ഇവരൊക്കെ ആയിട്ട് നമുക്ക് വളരെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ അടുത്ത് എന്ന് വെച്ചാൽ മാക്സിമം ഒരു 1.5 മീറ്റർ വരെയുള്ള അടുപ്പാണ് ആവറേജ്. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. പേഴ്സണൽ മീൻസ് യു ക്യാൻ സേ ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സ്, യുവർ സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ്, ഇതൊക്കെ പേഴ്സണൽ എന്ന് പറയാം. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ സോഷ്യൽ, അപരിചിതരാണ്. അതിനാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത്, പരമാവധി അകലം. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു 1/2 മീറ്റർ വരെ ആകാം. പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ 1.5 മീറ്റർ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണെങ്കിൽ 1.5 മീറ്ററിന് മുകളിലുണ്ട് അകലമായിരിക്കും. പിന്നെ നെക്സ്റ്റ് ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ഗെസ്റ്റേഴ്സ്. ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ചലനങ്ങൾ, ഗെസ്റ്റർ അതായത് ആംഗ്യഭാഷ എന്ന് പറയും. അത് കുറച്ച് പിക്ചേഴ്സ്, സിമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. കൈകാലുകൾ ഉയർത്തുന്നത്, എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, നിൽക്കുന്നത്, ഇതൊക്കെ കാണുന്നുണ്ട്. ഗെസ്റ്റർ സിമ്പിൾസ് നോക്കുക. നെക്സ്റ്റ് പോസ്ചർ. പോസ്ചർ മീൻസ് ദ വേ യു സ്റ്റാൻഡ് ഓർ സിറ്റ്, അതിനാണ് പോസ്ചർ എന്ന് പറയുന്നത്. അപ്പം പുവർ പോസ്ചർ കാണിച്ചിട്ടുണ്ട് റെഡ്, ഗുഡ് പോസ്ചർ കാണിച്ചിട്ടുണ്ട് ഗ്രീൻ. ഇതിൽ സ്റ്റാർട്ട് വിത്ത് പുവർ പോസ്ചർ. ഫോർവേഡ് ഹെഡ്, തല അല്പം മുമ്പോട്ട് കുനിച്ച് വെക്കുക. ഫ്ലാറ്റ് ബാക്ക്, നടു നിവർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും തല കുനിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ബാഡ് പോസ്ചർ ഓർ യു ക്യാൻ സേ പുവർ പോസ്ചർ. ഗുഡ് പോസ്ചർ ആണെങ്കിൽ നട്ടൽ നിവർത്തി നേരെ നിൽക്കുക എന്നുള്ളതാണ്. ബാലൻസ്ഡ് അപ്രൈറ്റ് പോസ്ചർ, അതാണ് ഗുഡ് പോസ്ചർ. അഗെയിൻ പുവർ പോസ്ചർ, ഫോർവേഡ് ഹെഡ്, തല കുനിച്ച് നിൽക്കുന്നുണ്ട്. സ്വേ ബാക്ക്, നട്ടൽ വളച്ചു വെച്ചിട്ടുണ്ട്. റൗണ്ടഡ് ഷോൾഡേഴ്സ് ആൻഡ് വീക്ക് അബ്ഡോമിനൽ മസിൽസ്, ഇതെല്ലാം ബാഡ് പോസ്ചർ കാണിക്കും. ഇനി നെക്സ്റ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ ഈ നവരസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നവരസങ്ങൾ, അതേപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഇപ്പം നമ്മുടെ മുഖഭാവങ്ങളാണ്. കോപം, ആങ്കർ, ഡിസ്ഗസ്റ്റ്, നൈരാശ്യം, ഫിയർ, ഭയം, ജോയ്, സന്തോഷം, സാഡ്നെസ്, ദുഃഖം, സർപ്രൈസ്, അതിശയം, ഇതെല്ലാം തന്നെ മുഖഭാവത്തിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇതെല്ലാം ശരീരഭാഷയിൽ വരുന്നതാണ്. പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻ. ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് മീൻസ് നമ്മുടെ ദൃഷ്ടി പതിയുന്നതിനാണ്, നോട്ടം. ഐ ടു ഐ കോണ്ടാക്ട്, പേഴ്സണൽ. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻ. ഫേഷ്യൽ എക്സ്പ്രഷനിൽ പേഴ്സണൽ ഹൈജീൻ വളരെ പ്രധാനമാണ്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം എന്ന് പറയും അല്ലേ? പേഴ്സണൽ ഹൈജീൻ. അതിൽ താഴെ കാണാം ടീത്ത്, പല്ലുകൾ വൃത്തിയാക്കുക. നെയിൽസ്, നഖങ്ങളും പല്ലുകളൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം. അതിലുള്ള ടൂത്ത് പേസ്റ്റ്, ബ്രഷ്,
ഷേവിംഗ് സെറ്റ്, സാനിറ്റൈസർ, ഡിസിൻഫെക്റ്റൻറ്റ്, കോമ്പ്, ചീർപ്പുകൾ, സിസേഴ്സ് മുടി വെട്ടാൻ വേണ്ടിയിട്ട്, ഹീറ്റർ, ഡിസിൻഫെക്റ്റൻറ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പാഠഭാഗത്തിൽ കുറച്ച് നിങ്ങൾക്ക് സെൽഫ് എക്സസൈസ് ആണ്. ഡു യു ലൈക്ക് പീപ്പിൾ ഹു ആർ നീറ്റ്ലി ഡ്രസ്ഡ്? നന്നായി വൃത്തിയായി ഡ്രസ്സ് ചെയ്ത ആളുകളെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ആരാണ് ഇഷ്ടപ്പെടാത്തതല്ലേ? ബി, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു കൺസിഡർ ടു ലുക്ക് ഗുഡ് ആൻഡ് നീറ്റ്? വൃത്തിയായും അപ്പിയറൻസിന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നമ്മൾ പറഞ്ഞല്ലോ. സി, ഈസ് ഇറ്റ് നെസസറി ടു ലുക്ക് ഗുഡ് വെൻ യു ആർ ഇൻ ദ ITI ആസ് എ ട്രെയിനി? അപ്പോൾ നിങ്ങൾ ITIയിൽ ഒരു ട്രെയിനി ആയിരിക്കുമ്പോൾ നിങ്ങൾ വൃത്തിയായി നിൽക്കാൻ ആവശ്യമാണോ? തീർച്ചയായിട്ടുമാണ് അല്ലേ? ഗിവ് റീസൺസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഡി, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഫോളോ ടു മെയിൻറ്റെയിൻ എ നീറ്റ് അപ്പിയറൻസ് എവറി ഡേ? എല്ലാ ദിവസവും വൃത്തിയായിട്ട് നടക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? യു ക്യാൻ റൈറ്റ് ഓൺ ഇൻ യുവർ ഓൺ പോയിന്റ്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു യുവർ എവറി ഡേ അപ്പിയറൻസ് ഇൻ ദ ITI. ഇതിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ടക്ക്ഡ് ഇൻ. ടക്ക്ഡ് ഇൻ എന്ന് വെച്ചാൽ നമ്മൾ ഷർട്ട് പാൻസ് ഷർട്ട് ഇടുമ്പോൾ ഷർട്ട് ഇൻസൈഡ് ചെയ്യുന്നതിനാണ് ടക്ക്ഡ് ഇൻ എന്ന് പറയുന്നത്. ഷൂസ്, ബട്ടൺസ്, ഷർട്ടിൻ്റെ ബട്ടൺസ്. നീറ്റ്ലി കട്ട്, മുടിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നഖം കട്ട് ചെയ്ത് വെക്കുക. കോംപ്ഡ് എന്ന് വെച്ചാൽ മുടി, തലമുടിയാണ്, ചീകി വെക്കുക. ടീത്ത്, പല്ലുകൾ. അപ്പോൾ ഇതിൽ ബട്ടൺഡ് ഷർട്ടാണ്. ക്ലീൻ ടീത്ത്, പോളിഷ്ഡ് ഷൂസ്, അഗൈൻ ടക്ക്ഡ് ഇൻ ഷർട്ട്, കോംബ്ഡ് ഹെയർ, neatly cut nails. Next is read the following passage and tick the appropriate column in the table with do's and do nots of non-verbal behavior. The eyes and facial expression are important to speaker or listener. അപ്പോൾ മുഖഭാവവും നോട്ടവും സംസാരിക്കുന്ന ആൾക്കും അതേപോലെ തന്നെ കേൾക്കുന്ന ആൾക്കും, സ്പീക്കർ ആൻഡ് ലിസണർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ ലിസണർ ഈസ് റോളിംഗ് ഹർ ഐസ്, ഹിസ് ഓർ ഹർ ഐസ്, has a bored expression or seems glazed over, it means that the listener is not actually listening. അതാണ് ഒരു ശ്രദ്ധിക്കുന്ന ആള് കണ്ണുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോളിംഗ് ദ ഐസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഹാസ് എ ബോർഡ് എക്സ്പ്രഷൻ, ബോറടിച്ചിരിക്കുന്ന മുഖഭാവമാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലേസ്ഡ് ഓവർ, ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ, ഇറ്റ് മീൻസ് ദാറ്റ് ദ ലിസണർ ഈസ് നോട്ട് ആക്ച്വലി ലിസണിങ്, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഡസ് നോട്ട് കെയർ അബൌട്ട് ദ സ്പീക്കർ. Although some find it hard to make eye contact, ചില ആൾക്കാർക്ക് ഐ കോണ്ടാക്ട് പ്രയാസം വരും. Attempting to do so during conversations, സംഭാഷണത്തിനിടയിൽ, makes you come across as alert and caring. Head movements, തലയുടെ നീക്കങ്ങൾ, such as nodding, തലകുലുക്കുക, are also important visual clues. അതും പ്രധാനപ്പെട്ട visual clues ആണ്. Let people know you are listening. This area of non-verbal communication depends on the person. അപ്പോൾ വ്യക്തികളെ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും അല്ലേ? പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച്. No one talks with their hands. കൈകൾ കൊണ്ട് ആരെങ്കിലും സംസാരിക്കുമോ? ഇല്ല. ബട്ട് integrating hand gestures into communication is a good way to get your point across. അതാണ് നമ്മുടെ കൈകളുടെ ചലനങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. Examples to avoid would be pointing at the listener or wild hand gestures that take away from what you are saying. നമ്മൾ വളരെ വൈൽഡ് ആയിട്ടുള്ള ഗസ്റ്റേഴ്സ് കാണിക്കുമ്പോൾ നമ്മൾ പറയുന്നതിൽ നിന്നും അക്കളെ ശ്രദ്ധ മാറിപ്പോവാണ് ചെയ്യുന്നത്. Speakers often use hand gestures to help solidify a point they are making. സംസാരിക്കുന്ന ആളുകൾ പലപ്പോഴും കൈകൾ ഉപയോഗിക്കാറുണ്ടല്ലേ അവർ പറയുന്ന കാര്യങ്ങൾ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നോൺ വെർബൽ ബിഹേവിയർ എന്തൊക്കെയാണ്? ഡൂസ് ആൻഡ് ഡു നോട്ട്സ് നോക്കുക. റോളിംഗ് ഐസ് വെൻ സമ്മൺ ഈസ് സ്പീക്കിംഗ്, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരാൾ സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ഇത് ഗുഡ് ആണോ ഓർ ബാഡ് ആണോ? ഇറ്റ് ഈസ് ബാഡ് അല്ലേ? ഇറ്റ് ഈസ് ഡു നോട്ട് ആണ്. മെയിൻറ്റെയിനിങ് ഗുഡ് ഐ കോൺടാക്ട് വൈൽ ദ സ്പീക്കർ ലിസണർ വിത്ത് ദ സ്പീക്കർ ഓർ ലിസണർ. അപ്പോൾ നമ്മൾ ഐ കോൺടാക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ഗുഡ്. നോഡിങ് ദ ഹെഡ് മേക്സ് ദ സ്പീക്കർ നോ ദാറ്റ് യു ആർ ലിസണിങ്. ഇപ്പോൾ തല കുലുക്കുകയാണല്ലോ, ഇടയ്ക്കൊന്ന് തലയാട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അല്ലേ? യൂസിങ് ഹാൻഡ്സ് വൈൽ സ്പീക്കിംഗ് ഈസ് എ ബാഡ് പ്രാക്ടീസ് ആണോ? അല്ല, ഇറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ്. യൂസിങ് ഹാൻഡ്സ് വൈൽ സ്പീക്കിംഗ് ഈസ് കോൾഡ് ഗെസ്റ്റർ, അതിന് ആംഗ്യം എന്ന് പറയാം അല്ലേ? കീപ്പിംഗ് ഹാൻഡ്സ് ക്രോസ്ഡ് മീൻസ് ഒബീഡിയൻസ്. നമ്മളിങ്ങനെ കൈകൾ നെഞ്ചത്ത് ക്രോസ് ആയി വെക്കുന്ന ഒബീഡിയൻസ് ആണോ? അല്ല അല്ലേ? ഇറ്റ്സ് എഗൻസ്റ്റ് ആണ്.
പ്ലേയിങ് വിത്ത് ഓബ്ജക്ട്സ്, ഷേക്കിംഗ് ലെഗ്സ് ആർ ഗുഡ് സൈൻസ് ഓഫ് ലിസണിങ് ആണോ? അല്ല. ഇപ്പോൾ ഒരാൾ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൈ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കാലിളക്കിക്കൊണ്ടിരിക്കുക, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് സൈൻ ഓഫ് ലിസണിങ്. ലീനിങ് ഫോർവേഡ് മേക്സ് ലിസണിങ് ടു ദ സ്പീക്കർ ഈസി. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുടെ ഭാഗത്തേക്ക് കുനിഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധിക്കുന്നുള്ളൊരു അടയാളമാണ് അല്ലേ? ലീനിങ് ബാക്ക്വേർഡ്സ് ഗിവ് ദ ഇംപ്രഷൻ ഓഫ് ഇൻഡിഫറൻസ് ടു ദ സ്പീക്കർ. കറക്റ്റ് ആണ് അല്ലേ? യു ആർ ടോക്കിംഗ് ടു യുവർ സൂപ്പർവൈസർ. ലിസ്റ്റ് ദ അപ്രോപ്രിയേറ്റ് നോൺ വെർബൽ ബിഹേവിയർ യു വുഡ് ഫോളോ. സ്പേഷ്യൽ ഡിസ്റ്റൻസ്, നിങ്ങൾ സൂപ്പർവൈസറായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അകലം പാലിക്കുന്നത്, അല്ലെങ്കിൽ പോസ്ചർ, നിങ്ങൾ നിൽപ്പ്, ഇരിപ്പ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളുടെ മുഖഭാവങ്ങൾ, ഐ കോൺടാക്ട്. യു മേ റെഫർ ടു ദ പാസേജ് ടു ദ പ്രീവിയസ് ആക്ടിവിറ്റി and the visuals in the illustration. Rahim is an electrician trainee. He has joined your ITI this year. As a senior ITI electrician trainee in the second year, give some advice on how Rahim has to come to the ITI every day. Remember to include information on his appearance, shirt, pants, shoes, hair, nails, etc. അപ്പോൾ നിങ്ങളൊരു ജൂനിയർ സ്റ്റുഡൻ്റ് ആയിട്ട് ഒരാൾ വന്ന് ഈ റഹീം വന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അപ്പിയറൻസിലും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്തെല്ലാം ഉപദേശങ്ങളാണ് കൊടുക്കുക അതൊന്ന് ബ്രീഫ് ചെയ്യുക. റീഡ് ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻസ്, ഐഡൻറ്റിഫൈ ദി അപ്രോപ്രിയേറ്റ് ബിഹേവിയർ വിത്ത് റീസൺ ടു ഷോ വൈ they are inappropriate. Salim is called by the instructor. Salimine instructor വിളിക്കുകയാണ്. The instructor tells Salim how to use a vernier calipers. Salim does not look at the instructor. He looks down when the instructor is talking to him. അപ്പോൾ വെർനിയർ കാലിപ്പേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സലീം ഇൻസ്ട്രക്ടറുടെ മുഖത്തേക്ക് നോക്കാതെ താഴത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ഇറ്റ് ഫെയർ ഓർ നോട്ട്? ഇറ്റ് ഈസ് നോട്ട് ഫെയർ അല്ലേ? തോമസ് ഈസ് ലിസണിംഗ് ടു എ ഗസ്റ്റ് ലെക്ചർ ഓൺ എംപ്ലോയബിലിറ്റി സ്കിൽ ഇൻ ഹിസ് ITI. ITIയിലുള്ള എംപ്ലോയബിലിറ്റി സ്കിൽസ് ക്ലാസ്സിലിരിക്കുകയാണ് തോമസ്. ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ സെഷൻ. ഹി ഈസ് ഡ്രോയിങ് ഹിസ് നോട്ട് ബുക്ക് ഇൻ ഇറ്റ് ഹീസ് നോട്ട് ബുക്ക് ആൻഡ് ഷോയിങ് ഇറ്റ് ടു ഹിസ് ഫ്രണ്ട്. അപ്പം ഈ തോമസ് എന്ന് പറയുന്ന കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ നോട്ട്ബുക്കിൽ എന്തൊക്കെ എഴുതി ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കണം. ഈസ് ഇറ്റ് ഫെയർ ഓർ നോട്ട്? ഇറ്റ് ഈസ് നോട്ട് ഫെയർ അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ടു സിറ്റ് ഇൻ ദ ക്ലാസ്. Malik is called by the principal as he has been very irregular in the ITI. ITIയിൽ അറ്റൻഡൻസ് റെഗുലർ അല്ലാത്തൊരു കുട്ടിയെ പ്രിൻസിപ്പാൾ വിളിക്കുകയാണ്. മലിക് സ്റ്റാൻഡ്സ് വെരി ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ. അത് ശരിയാണോ? അല്ല, സ്പേഷ്യൽ ഡിസ്റ്റൻസിംഗ് ഇല്ലല്ലേ? യു ആർ നോട്ട് സപ്പോസ് ടു stand very close to your superior. He takes a paperweight on the principal's table. That is also wrong and starts playing with it. Is it good or bad? You can see. Okay. ഈ 10ാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബീയിങ് അവെയർ ഓഫ് ഗുഡ് ആൻഡ് ബാഡ് ടച്ച് ആണ്. That will be discussed in the next class. Thank you.